ഒരുപാട് സ്വർണം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണല്ലേ? അങ്ങനെയില്ല. കണ്ടിട്ട് അല്ല, അത് ഷോ നമ്മളെ program ആകുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്ന് പൊലിപ്പിക്കാൻ. ബിജേഷിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താണ്? എന്തിനും എന്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. നല്ല വിശ്വാസം. തിരിച്ച് മഞ്ജുവിൽ അത് തന്നെയാണ് സാർ. കാരണം ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടുണ്ടോ കുറെ. എന്താണ് ജീവിതം മുന്നോട്ട് പോകും തോറും സാമ്പത്തികമായിട്ടൊക്കെ ഞങ്ങൾ എറണാകുളത്തിൽ വന്ന സമയത്തൊന്നും ഒന്നും അല്ലായിരുന്നു. ജോലി ആയിട്ട് വന്നതാ. അപ്പം സാലറി വളരെ കുറവായിരുന്നു. തുടക്കത്തിൽ നിങ്ങൾ വളരെ കഷ്ടപ്പാടിലായിരുന്നു. അതെ അതെ. കാരണം ആദ്യം കയറിയ കമ്പനിയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അവിടെ വർക്ക് ചെയ്തത്. പക്ഷേ സാലറി ഒന്നും കിട്ടിയിരുന്നില്ല. ഒരു 3 മാസത്തോളം സാലറി ഒന്നും ഇല്ലാതെ അങ്ങനെ അനിയനുണ്ടായിരുന്നു. അപ്പോൾ അനിയനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മാത്രമല്ല വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരണപ്പെട്ടു അല്ലേ? 6ാം ക്ലാസ് പഠി അല്ലേ? അതൊരുപാട് ഒരു വലിയ ആഘാതമായിരുന്നല്ലേ? ഇപ്പോഴും ഓർക്കുമ്പോ സങ്കടം വരുന്നു. ഇപ്പോഴും ഓർക്കുമ്പോ സങ്കടം വരുന്നത്. ഞാൻ ഇന്ന് ഈ നിലയിൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ തന്നെ. അതെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സാർ. അച്ഛൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും തോളത്തെടുത്ത് ഏത് പ്രോഗ്രാമിനും കൊണ്ടുപോകും, ഏത് ഷോയ്ക്കും കൊണ്ടു നിർത്തും. എല്ലാം ഡാൻസിലൊക്കെ കൊണ്ട് ചേർത്തതൊക്കെ അച്ഛനായിരുന്നു. പഠിക്കാനൊക്കെ ഉണ്ട്. അല്ലേ? അതെ. അല്ല, ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന എൻ്റെ അച്ഛനായിരിക്കും. അച്ഛൻ എന്തായിരുന്നു? ബാങ്കിൽ, കോപ്പറേറ്റീവ് ബാങ്കിൽ. എങ്ങനെയാണ് പെട്ടെന്ന്? ഇല്ല, അച്ഛൻ സൂയിസൈഡ് ചെയ്ത. അച്ഛന് ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു. അങ്ങനെ സൂയിസൈഡ് ചെയ്ത. കൂടുതൽ അല്ലേ കുടുംബത്തിനെ വിഷമിപ്പിക്കണ്ട അല്ലേ? അല്ല, അത് വേറൊന്നുമല്ല. അതൊരു വലിയൊരു അച്ഛൻ്റെ ഒരു വലിയ മനസ്സായിരിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കാരണം വേറൊന്നും നോക്കിയില്ല. എന്തിനാണ് ഇനി എല്ലാരെയും വിഷമിപ്പിക്കുന്നത്? അതെ അതെ. മഞ്ജുവിന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നില്ലേ? അതുകൊണ്ട് മഞ്ജുവിനെ നാട്ടിൽ ചെന്നിറങ്ങുമ്പോൾ എല്ലാവർക്കും എന്നോടും ഭയങ്കര കാര്യം. കാരണം മണി എന്നാണ് അവിടെ അച്ഛനെ അറിയപ്പെടുന്നത്. സുബ്രഹ്മണ്യദാസ് എന്നായിരുന്നു അച്ഛൻ്റെ പേര്. മണിയുടെ മരുമകൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സ്നേഹം. മണിയുടെ ആഗ്രഹം പോലെ തന്നെ നീ എന്തായാലും ഞങ്ങളുടെ മോളെ കൊണ്ടു നടക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഒരുപക്ഷെ ഇത് കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും വളരെയധികം എന്താണ് ഒരു വികാര നിർഭരമായ ഒരു മുഹൂർത്തമാണ്. കാരണം ഇപ്പൊ പറഞ്ഞ വാക്കുകൾ, കാരണം അദ്ദേഹത്തിന്റെ മകളെ നീ പൊന്നുപോലെ കൊണ്ട് നടക്കുന്നല്ലോ എന്ന് നാട്ടുകാർ പറയണമെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു വലിയൊരു നാഷണൽ അവാർഡ് കിട്ടുന്നതിന് തുല്യമാണ്. വലിയ കാര്യമാണ്, വലിയ കാര്യം. ഓക്കെ, എന്തായാലും കുടുംബകാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് വന്നതിനിടയിലാണ് ഞാൻ ഇത് ചോദിച്ചത്. സാരമില്ല, ആ ആത്മാവ് തീർച്ചയായിട്ടും മഞ്ജുവിൻ്റെയും വിജീഷിൻ്റെയും കൂടെ കാണും. എന്തായാലും ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. 5ആണോ വെച്ചത്? ലാസ്റ്റ് ഒരു വെടിയും കൂടെ വെച്ചപ്പോ എനിക്ക് തോന്നുന്നു 6ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ മോളും എന്തോ അഭിനയിക്കും. എന്റെ ഷോർട്ട് ഫിലിമിലൊക്കെ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി ഡബ്ബൊക്കെ ചെയ്യും, കുഴപ്പമില്ല. അത്യാവശ്യം പാട്ടൊക്കെ മൂളും. ഓ, അത് ശരി. വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് മോളെ ഒന്ന് വിളിച്ചാലേ. തീർച്ചയായിട്ടും. ഓക്കെ, കേറി വാടാ മക്കളെ. എന്താ പേര് മോളെ? വിസ്മയ. വിസ്മയ. മോഹൻലാലിന്റെ സ്റ്റുഡിയോയുടെ പേരാണ് വിസ്മയ. മോഹൻലാൽ ഫാനാണ്. ആണോ? എല്ലാരും മോളും എല്ലാം. അല്ല, ഇദ്ദേഹം ജയറാം ഫാനാണ്. മാറ്റിയെടുത്ത്. ഓക്കെ, അപ്പൊ വിസ്മയ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 7th. പാട്ടൊക്കെ പാടുവോ? 2-3 വരെ പാടും. 2-3 വരെ പാടും. ഞാൻ അറിഞ്ഞത് കുഞ്ഞനന്ദന്റെ കട, അതിലാണ് അമ്മയും മോളും ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അന്ന് ഒരുപക്ഷെ വളരെ ചെറുതായിരിക്കും, 2 വയസ്സ്. അപ്പൊ അതൊരു മഹാഭാഗ്യമാണ്. മോളുടെ വോയിസ് അതിൽ റെക്കോർഡ് ആയിട്ടുണ്ട്. അത് മറ്റേ റസുൽ പൂക്കുടി സാർ ആയിരുന്നു. അപ്പൊ സ്പോട്ട് ഡബിങ് ആയിരുന്നല്ലോ. അപ്പൊ മോളുടെ വോയിസും അതിൽ റെക്കോർഡായി ഇപ്പോഴും ആ സിനിമയിൽ. അല്ല, അതൊക്കെ വലിയൊരു റെക്കോർഡാണ്. കാര്യം നമ്മൾ കുറെ പ്രായമാകുമ്പോഴത്തേക്ക് നമ്മൾ അത് കാണുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഒന്ന് വേറെ. ആരെയാ കൂടുതൽ ഇഷ്ടം?
അങ്ങനെ രണ്ടുപേരും ഇഷ്ടാ. അങ്ങനെയൊന്നുമില്ല. അച്ഛനെയായിരുന്നു കൂടുതൽ ഇഷ്ടം. ഇപ്പൊ ഈ ആണല്ലേ? ഷൂട്ടും ഒക്കെ കഴിഞ്ഞിട്ട് മോള് ചിലപ്പോ വീട്ടിലായിരുന്നു. അപ്പൊ ഞാനും ഏട്ടനും കൂടെ ഒരുമിച്ചാ ചെല്ലുന്നെങ്കിൽ ഇവളാദ്യം വന്ന് അച്ഛയെന്ന് പറഞ്ഞിട്ട് കെട്ടി അങ്ങ് പിടിക്കും. ഞാൻ നോക്കി ഇതെന്താ ഞാൻ പ്രസവിച്ചതല്ല ഇവളെ എന്ന് ഞാൻ നോക്കും. അതിപ്പോഴും അങ്ങനെ ഇപ്പോഴും എന്റെ കെട്ടി പിടിച്ച് കിടന്നെങ്കിലേ ഉറക്കം വരുള്ളൂ. അച്ഛൻ കുഞ്ഞാണല്ലേ? അച്ഛൻ കുഞ്ഞാണ്. നന്നായിട്ട് പഠിക്കണം കേട്ടോ. പാട്ട് പഠിക്കണം, എല്ലാ കലകളും പഠിക്കണം. ഒപ്പം നമ്മുടെ പഠനം ആദ്യം, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി സെക്കൻഡ്.